ഹായ്, ഞാൻ ഡോക്ടർ അമിത. ഇത് ഡോക്ടർ പ്രിയദർശിനി. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രഗ്നൻസിയിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കോമൺ സിംറ്റം ആണ് മോർണിംഗ് സിക്നസ് അല്ലെങ്കിൽ വോമിറ്റിംഗ് എന്നുള്ളത്. പലർക്കും പ്രഗ്നന്റ് ആണോ എന്നുള്ള സംശയം തന്നെ ഉണ്ടാവുക ഛർദി, രാവിലെ എണീറ്റ് ഛർദിക്കാൻ വരുമ്പോഴാണ്. വോമിറ്റിംഗ് ഉണ്ടാവുന്നത് പ്രഗ്നൻസി റിലേറ്റഡ് ഹോർമോൺ ലെവൽസ് കൂടുമ്പോഴാണ്. പക്ഷെ എല്ലാവർക്കും ഒരേമാതിരി വോമിറ്റിംഗ് ഉണ്ടാവണം എന്നൊന്നുമില്ല. ചില ആൾക്കാർക്ക് തീരെ വോമിറ്റിംഗ് ഉണ്ടാവാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ വോമിറ്റിംഗ് ഇല്ല എന്നതിൻ്റെ അർത്ഥം പ്രശ്നമാണ് എന്നുള്ളതല്ല. ഈച്ച് പ്രഗ്നൻസി യുണീക്കാണ്. ഓരോ ആളുടെ തന്നെ രണ്ട് പ്രഗ്നൻസി ചിലപ്പോൾ രണ്ട് വിധത്തിലായിരിക്കാം. സാധാരണയായി വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ UPT പോസിറ്റീവായി കഴിഞ്ഞ ഉടനെ തന്നെയാണ്. അത് പലർക്കും 3 മാസം അല്ലെങ്കിൽ 12 തുടങ്ങി 14 ആഴ്ച ആകുമ്പോഴേക്കും അതിന്റെ ഇന്റൻസിറ്റിയും ബുദ്ധിമുട്ടുകളും ഒക്കെ കുറയും. പക്ഷെ ചിലർക്ക് അത് ഡെലിവറി വരെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അത് പല തരത്തിലായിട്ടുണ്ടാവാം. അതായത് ചിലർക്ക് വായിൽ വെള്ളം തെളിഞ്ഞു വരുന്ന പോലെ തോന്നാം, അല്ലെങ്കിൽ വെറും ഓക്കാനം മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഫുൾ ബ്ലോൺ ഛർദി തന്നെയായിരിക്കും. അപ്പൊ സാധാരണയായിട്ട് മാഡം എന്ത് അഡ്വൈസാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കാറ്? പ്രഗ്നൻസി ആയിട്ട് വോമിറ്റിംഗ് ആയിട്ട് വരുമ്പം ആദ്യം നമ്മൾ എല്ലാവരോടും മനസ്സിലാക്കിക്കേണ്ടതെന്ന് എന്താ വെച്ചാൽ, ഇറ്റ്സ് നോട്ട് എ ഡിസീസ്. പറഞ്ഞാൽ ഒരു അസുഖമല്ല, ഇത് പ്രഗ്നൻസിയുടെ ഒരു പാർട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ചില മോഡിഫിക്കേഷൻസ് വരുത്താം നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ. ഇതിൽ ചിലപ്പോൾ വോമിറ്റിംഗ് കുറച്ച് ബെറ്റർ ആയി വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ വെച്ചാൽ, ഭക്ഷണം കഴിക്കണേൽ ഫ്രീക്വൻറ്റ് സ്മോൾ ഫീഡ്സ് ആയിട്ട് കഴിക്കുക. പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ വെക്കണതിന് പകരം എണീറ്റ് ഉടനെ കുറച്ച് കഴിക്കുക. അത് കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് കുറച്ച് കഴിക്കുക. അപ്പോൾ ചെറിയ ചെറിയ ഫീഡ്സ് ആയിട്ട്, വയറ് ഒരുപാട് നിറയ്ക്കാണ്ട് ചെറിയ ഫീഡ്സ് ആയിട്ട് ഇടയിൽ കഴിച്ചുകൊണ്ട് പോവുകയാണ്. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതിൽ മാത്രമല്ല, ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കുക. ഇപ്പോൾ എന്തെങ്കിലും പറ്റില്ല, കാണുമ്പോൾ പറ്റില്ല, അതിൻ്റെ സ്മെൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് എന്താ ഇഷ്ടം തോന്നണം, കാണുമ്പോൾ ശരിയാണ് കഴിക്കാം എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമായിട്ട് കഴിക്കുക. അതേമാതിരി വെള്ളം കുടിക്കണത് ചെറിയ സിപ്സ് ഓഫ് വാട്ടർ, ഒന്നിച്ച് വെള്ളം കുടിക്കാണ്ടിരിക്കുക. ചെറിയ വായ ആയിട്ട് വെള്ളം കുടിക്കുക. വെള്ളം സ്റ്റാർട്ട് ചെയ്യേണ്ടത് രാവിലെ എണീറ്റ് ഉടനെ ഫ്ലൂയിഡ്സ് ഒന്നും ഇല്ലാണ്ട് സോളിഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ടോസ്റ്റോ ഒരു ഇഡ്ഡലിയോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. വെള്ളം പതുക്കെ ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ചില ആൾക്കാർക്ക് ഈ നെല്ലിക്ക, ഇഞ്ചി അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ കഴിക്കുമ്പം, നാരങ്ങ ഇങ്ങനത്തെയൊക്കെ ഇങ്ങനെ വായിലിടുമ്പം ചിലപ്പോൾ ഛർദിയൊക്കെ ഒന്ന് ബെറ്ററായി തോന്നിയെന്ന് വരാം. അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ഒന്ന് രാവിലെ എണീക്കുന്നതിന് മുമ്പ് തന്നെ കൈയും കാലൊക്കെ ഒന്ന് നല്ലോണം മനക്കിയിട്ട് ബെഡിൽ നിന്ന് എണീക്കുക. അപ്പോൾ അതും കൂടി കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഇതെല്ലാത്തിൻ്റെ പകരം ചിലപ്പോൾ സ്ഥലം മാറിയാൽ തന്നെ വോമിറ്റിംഗ് കുറച്ച് വ്യത്യാസം വരുന്നവരുണ്ട്. ചിലവർ തന്നെ താമസിക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ പോയി അച്ഛനമ്മയുടെ കൂടെയൊക്കെ നിൽക്കുമ്പം വോമിറ്റിംഗ് മാറി എന്ന് പറയണവരും ഉണ്ട്. പക്ഷെ മാഡം, ഇതൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്തു, സ്റ്റിൽ ഛർദി തുടർന്നുകൊണ്ടേയിരിക്കുക, അവർക്ക് അവരുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റണില്ല, പിന്നെ കിടന്ന് എണീക്കാൻ പോലും വയ്യാത്തത്ര ക്ഷീണാണ്. അങ്ങനെയുള്ള പേഷ്യൻസിനോട് എന്താ പറയാറ്? അതെ, അങ്ങനെയും ചില ആൾക്കാർക്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്താ വെച്ചാൽ എന്തായാലും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പം അത് കാര്യം പറയണം. അപ്പോൾ അതിനായ മരുന്നുകളുണ്ട്, ചില സേഫ് മെഡിസിൻസ് ഉണ്ട് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനത്തെ മെഡിസിൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. എന്നിട്ടും ചില ആൾക്കാർ ചിലപ്പോൾ മാറിയില്ല എന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് വരാം, IV ഫ്ലൂയിഡ്സ് കയറ്റേണ്ടി വന്നു എന്ന് വരാം ക്ഷീണം മാറാൻ. പക്ഷെ ഇത് നെഗ്ലക്റ്റ് ചെയ്യരുത്. ഒരുപാട് ക്ഷീണം ഉണ്ടെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം, ഡ്രിപ്പ് എടുക്കേണ്ടി വന്നു എന്ന് വരാം. അങ്ങനെ. അപ്പോൾ മോർണിംഗ് സിക്നസ് അഥവാ വോമിറ്റിംഗ് ഇൻ പ്രഗ്നൻസി ഒരിക്കലും ഒരു അസുഖമായി കണക്ക് കൂട്ടാൻ പാടില്ല. അത് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഹോർമോൺസിന്റെ കാരണം കൊണ്ടുണ്ടാവുന്നതാണ് ഈ മോർണിംഗ് സിക്നസ്. പക്ഷേ ഈ ഛർദി അധികമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് ഡോക്ടർ അഡ്വൈസ് പ്രകാരമുള്ള മരുന്ന് കഴിക്കണം.